Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി സംസ്ഥാന കൺവെൻഷൻ നടത്തി. അങ്കമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഒത്തുചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടിയും ടീമും വ്യത്യാസവും പറഞ്ഞ് ഒരുമിക്കേണ്ടതിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഇന്നലെ ഒരു ഫോറം 35 ട്രേഡുകളുടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു കൺവെൻഷനും തുടർ സമര പരിപാടികൾ പ്രഖ്യാപിക്കാനും വേണ്ടി ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. രണ്ടാമത് ഒന്ന്, ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ആ ഗവൺമെന്റിന്റെ കാലയളവിൽ ഈ നിയമാനുസൃതമായിട്ടുള്ള പെൻഷൻ 15 മാസമായി കുടിശ്ശികയാകുന്നു. അതിൽ ഗവൺമെന്റിന് അല്പം പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുഃഖമില്ല, കൺസേണില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്നതാണ് കേരളത്തിലെ പ്രബലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്ര TU സംഘടനകളുടെ ഈ കാര്യത്തിലെ നിലപാട്. ഐക്യസമിതി ചെയർമാൻ KK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് റോജി M. ജോൺ MLA ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളി വർഗ സർക്കാരാണ് എന്ന് ആവർത്തിച്ചു പറയുകയും തീർത്തും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഏറെ പ്രതിഷേധാർഹമെന്ന് പറയട്ടെ, കേരളത്തിലെ നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ പെൻഷൻ കഴിഞ്ഞ 14 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്ഷേമനിധിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ നടപടിയാണ് ഈ ഭാഗത്തുനിന്നും. ജനറൽ കൺവീനർ വിശ്വകല തങ്കപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ CP ജോൺ, VK സദാനന്ദൻ, M. ശ്രീകുമാർ, VV രാജേന്ദ്രൻ, നോർബർട്ട് അടിമുറി, അജിത് കുരിപ്പുഴ, TT പൗലോസ്, TC സുബ്രഹ്മണ്യൻ, PA സിദ്ദിഖ്, PM ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു.